ഗൈസ് I10 ആണ് കേട്ടോ, ചെറിയൊരു ഇൻഫർമേഷനാണ്. അപ്പോൾ നമ്മൾ വണ്ടിയിൽ എന്തെങ്കിലും പാനലൊക്കെ റീപ്ലേസ് ആയി കഴിഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കുന്നത് ഞാനൊന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഈ വണ്ടിയിൽ നമ്മൾ റൂഫ് റീപ്ലേസ് ആക്കിയതാണ്. അപ്പോൾ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനൊരു ഇപ്പോൾ എല്ലാം അയച്ചിട്ട് വന്നിട്ട് നമുക്കത് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ അത്. അപ്പോൾ ഇവിടെ പഞ്ചസെല്ലാം ഓപ്പൺ ചെയ്തിട്ട് അവർ വെൽഡ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. വെൽഡ് ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ ഇടയിൽ സീലൻറ്റും കാര്യങ്ങളൊക്കെ ഇടും, കാരണം ലീക്കേജും കാര്യങ്ങളും വരാതിരിക്കാനാണ്. അപ്പോൾ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഫില്ലാക്കും. ഓക്കെ, അപ്പോൾ ഇത് റൂഫ് റീപ്ലേസ് ചെയ്താണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഈസി മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പഞ്ചസ് വരും. കമ്പനി ഫിറ്റഡ് ആണെങ്കിൽ ഇവിടെ പഞ്ചസ് ആയിരിക്കും. അപ്പോൾ ഇത് ഗ്രൈൻഡ് ചെയ്തിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ട് റൂഫ് വെച്ചിട്ട് വെൽഡ് ചെയ്തിട്ട് ഗ്രൈൻഡ് ചെയ്താണ് കേട്ടോ ഇത്. പിന്നെ ഇതിൻ്റെ മുകളിൽ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, നമുക്ക് ഇത് ഉള്ളിൽ നിന്ന് ഈസി ആയിട്ട് നോക്കാം കേട്ടോ. ഉള്ളിൽ നമുക്ക് ഇവിടെ റൂഫ് ലൈന് വരും. അപ്പോൾ റൂഫ് ലൈനിങ് നമുക്ക് ഇവിടെ ജസ്റ്റ് ഫ്രണ്ടിലൊന്ന് ഓപ്പൺ ആക്കിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും റൂഫ് റീപ്ലേസ് ആയിട്ടുണ്ടോ എന്നുള്ളത്. പിന്നെ ഇവിടെയും ഈ സൈഡിലും കാര്യങ്ങളൊക്കെ വെൽഡിങ് ഉണ്ടാവും. അപ്പോൾ ഈ പഞ്ചസ് എല്ലാം കാര്യങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും റൂഫ് റീപ്ലേസ് ആയ വണ്ടിയാണെന്നുള്ളത്. അപ്പോൾ ഇതാണ് കമ്പനി പഞ്ചസ്. ഇത് ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല, റീപ്ലേസും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. ഇതെല്ലാം ഒറിജിനൽ പഞ്ചിങ് ആണ്. ഇതുപോലത്തെ പഞ്ചിങ് ഉണ്ടെങ്കിൽ വണ്ടി ഓക്കെ എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ പിന്നെ ആക്സിഡൻ്റ് ആയിട്ടുള്ള റിപ്പയർ ആയ വണ്ടി ആയിരിക്കും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇതൊക്കെ ബീഡിങ്ങിൻ്റെ ഉള്ളിൽ വരുന്നതാണ്, നമുക്ക് അങ്ങനെ കാണാനൊന്നും പറ്റില്ല. അപ്പോൾ ഈ ബീഡിങ് കഴിച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം കേട്ടോ വണ്ടി വാങ്ങുമ്പോൾ. താങ്ക് യു.